അടച്ചു കിടക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഉൾപ്പെടെ ഇപ്രാവശ്യം 13,835 തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം 2,250 രൂപയും 250 രൂപ പ്രത്യേകം അരിയുടെ അലവൻസുമാണ് കൊടുത്തതെങ്കിൽ ഇപ്രാവശ്യം അത് 2,500 രൂപയായി വർദ്ധിപ്പിക്കുകയും അതുകൂടാതെ 10 കിലോ അരി എന്ന നിലയിലും കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പരമ്പരാഗത തൊഴിൽ മേഖലയാണ് കശുവണ്ടി വ്യവസായം. കശുവണ്ടിയും കയറും കൈത്തറിയുമാണ് കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായത്തിലെ ഏറ്റവും പ്രധാനം. കാലക്രമത്തിൽ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പരമ്പരാഗത വ്യവസായമായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഇപ്പോഴും ഉള്ളത് കശുവണ്ടി മേഖലയിലാണ്. കയറിൻ്റെ മേഖലയിലും കൈത്തറിയിലുമുള്ളതിനേക്കാളും അധികം ഒരു കാലത്ത് സജീവമായിട്ടുണ്ടായിരുന്ന കേരളത്തിലെ പരമ്പരാഗത വ്യവസായം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ബീഡി വ്യവസായം ഇപ്പോൾ ആ തരത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം. കശുവണ്ടി മേഖല കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ്. അത് കൊല്ലം ലോക കശുവണ്ടിയുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ കശുവണ്ടി മേഖലയിൽ വലിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കശുവണ്ടി ലോകത്തെല്ലായിടത്തുനിന്നും കശുവണ്ടി തോട്ടണ്ടി ഇവിടെ കൊണ്ടുവരികയും അതിവിടെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. 100 വർഷങ്ങൾക്ക് മുമ്പ് പല രാജ്യങ്ങളിലും ഉപയോഗിക്കപ്പെടാതെ കിടന്നിരുന്ന കശുവണ്ടിക്ക് ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നറിഞ്ഞ് നമ്മുടെ ആദ്യകാല വ്യവസായികളാണ് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കശുവണ്ടി വ്യവസായമായിട്ട് കൊണ്ടുവന്നത്. കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും സ്ത്രീ തുല്യതയ്ക്കും അവർക്ക് തൊഴിൽ രംഗത്തും പൊതുരംഗത്തും തുല്യതയും പുറത്തേക്ക് ഇറങ്ങി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോഴും വീടിന് പുറത്തേക്ക് സ്ത്രീകൾ അങ്ങനെ ഇറങ്ങി നാട്ടിൽ പല സ്ഥലത്തും ചെല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് 100 വർഷം മുമ്പ് കൊല്ലം ജില്ലയിലെ സ്ത്രീകൾ തൊഴിലിനായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഫാക്ടറിയിൽ പോയി ജോലിയെടുക്കുന്നതിന് തയ്യാറായി എന്നുള്ളത് കൊല്ലം ജില്ലയിലെ ഈ തൊഴിൽ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അങ്ങനെ തൊഴിലെടുക്കുന്ന തൊഴിൽ സന്നദ്ധമായ സ്ത്രീകൾ പ്രത്യേകിച്ചും കൂടുതലുള്ള ഒരു വ്യവസായം ലോകത്തെവിടെയെങ്കിലും ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ഒരു പ്രത്യേകത അതാണ്. ആ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് ആദ്യകാലത്തെ കശുവണ്ടി രംഗത്തെ വ്യവസായികൾ കൊല്ലത്ത് ആരംഭിച്ച ആ വ്യവസായം ലോകത്ത് എല്ലായിടത്തുനിന്നും കശുവണ്ടി വരുമായിരുന്നു. ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും നമ്മുടെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ വിയറ്റ്നാമിൽ നിന്നുമൊക്കെ വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ കശുവണ്ടി വ്യവസായം തുടങ്ങി. കേരളത്തിലെ കശുവണ്ടിക്ക് കൊല്ലത്തെ കശുവണ്ടിയുടെ പ്രത്യേകത കൊല്ലത്തെ പ്രോസസ്സിംഗ് ആണ്. കരിച്ചു വറക്കുക എന്നുള്ളതാണ് കശുവണ്ടിയുടെ ടേസ്റ്റിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വ്യാപകമായി കശുവണ്ടി വ്യവസായമുണ്ട്. വ്യവസായത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് പുഴുങ്ങി കട്ട് ചെയ്യുന്നതാണ്. പുഴുങ്ങുന്നത് കുറവാണ് കൂടുതലാണെന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നാണ് എവിടെ പുഴുങ്ങി കട്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് കൊച്ചിയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് ബ്രാൻഡിങ്ങാണ്. കേരള കശുവണ്ടിക്ക് ഒരു പ്രത്യേക ഡിമാൻഡുണ്ട്. പക്ഷെ വറുത്ത് ചുട്ട് തല്ലുന്ന അല്ലെങ്കിൽ കരിച്ചു വറക്കുന്ന കശുവണ്ടി തിന്നുമ്പോൾ അറിയാം അത് 10, 50, 100 തിന്നാലും നിന്നുകൊണ്ടേ ഇരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് പുഴുങ്ങി കട്ട് ചെയ്യുന്നതിനകത്തേക്ക് ഈ കറയിറങ്ങും, അതിനകത്ത് വ്യത്യസ്തത ഉണ്ടാവും. അതിനകത്ത് ഈ പുറത്തെ രാജ്യങ്ങളിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തിന്നുമ്പോൾ ഒരു 10-20 എണ്ണം കഴിച്ചാൽ ചെടിക്കും. അപ്പോൾ ഇത് നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബ്രാൻഡിങ്ങിൽ മാറ്റം വന്നു. എന്നാൽ ആളുകൾക്ക് ഈ കരിച്ചു വറുത്താണോ പുഴുങ്ങി കട്ട് ചെയ്തതാണോ എന്നറിയില്ല. അതിനകത്ത് ഇച്ചിരി കുരുമുളക് ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെയാണ്. റോസ്റ്റഡ് കാഷ്യൂ എന്ന് പറയുന്നതിന് വലിയ വലിയ ഹോട്ടലുകളിലും ബാറുകളിലും സ്നാക്സും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഇതിന് വലിയ കാര്യമില്ല എന്ന നിലയിലേക്ക് മാർക്കറ്റിൽ വ്യത്യാസം വരാതെ വരിക. ഞാൻ പറഞ്ഞതൊരു ബേസിക്കായി നമ്മുടെ ബിസിനസ്സിനകത്തെ ഒരു പ്രശ്നം എന്ന നിലയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഏരിയ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ ആധുനിക വ്യവസായം വന്നു. ലോകത്ത് പലയിടത്തുനിന്നും തോട്ടണ്ടി ഇങ്ങോട്ട് കിട്ടുന്നില്ല. തോട്ടണ്ടി വലിയ വിലയ്ക്ക് തന്നെ അവിടുന്ന് അയക്കുന്നതിന് അതിന് കാർട്ടൽസ് വന്നു. തോട്ടണ്ടി ബിസിനസ്സിനകത്ത് പ്രോസസ്സിനേക്കാളും കൂടുതൽ ഇതിൻ്റെ വ്യാപാരത്തിനകത്ത് ഇൻട്രസ്റ്റ് വന്നു. ഇതൊക്കെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ. അതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഏറ്റവും പ്രധാനം, നമുക്ക് നമ്മുടെ നാട്ടിലെ 800ഓളം ഫാക്ടറികളൊക്കെ ഉണ്ട് എന്നിവിടെ പറഞ്ഞാലും 400ഓളം വളരെ സൗകര്യമുള്ള ഫാക്ടറികളാണ്. എല്ലാ ഫാക്ടറിക്കും പ്രവർത്തിക്കാനുള്ള തോട്ടണ്ടി ഇപ്പോൾ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാര്യം. 2 തൊഴിലാളികളെ അതേപോലെ എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്നില്ല. ഉള്ള തൊഴിലാളിക്ക് കൃത്യമായിട്ട് ജോലി കൊടുക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാനല്ല. എങ്ങനെ ഇതിനെ നമ്മൾ മറികടക്കും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട മന്ത്രിയും വകുപ്പ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളും തുടർന്നുള്ള ചർച്ചയിൽ എല്ലാവരും നേതാക്കന്മാരും തൊഴിലാളികളും എല്ലാം സംസാരിക്കും. ഇത് 10,000-കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നേരത്തെ മേഴ്സിക്കുട്ടിയമ്മ സഹായാലും പി കെ ഗുരുദാസൻ, ഈ അടുത്ത കഴിഞ്ഞ 3-4 ഗവൺമെൻറ്റുകളുടെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹമൊക്കെ
എടുത്തിരുന്ന ഒരു വലിയ ശ്രമമുണ്ട്. അത് അതിനേക്കാളും ആധുനികമായ സജീവമായി അതിന് നേതൃത്വം കൊടുക്കുന്നതാണ് ശ്രീ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും വകുപ്പും. കോവിഡിൻ്റെ സമയത്തും അതിന് തൊട്ട് മുമ്പ് വന്ന ഇറക്കുമതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു ബാധ്യത നമ്മുടെ കശുവണ്ടി മേഖലയെ വല്ലാതെ ബാധിച്ചിരുന്നു. മുൻ ഗവൺമെൻറ് കാലത്തും ഈ ഗവൺമെൻറ് കാലത്തും ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് വകുപ്പ് മന്ത്രിമാർ വളരെയേറെ സമയമെടുത്തിട്ടാണ് ആ കടത്തിൻ്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാലും ധാരാളം ആളുകൾക്ക് ഇപ്പോഴും ആ കടത്തിൻ്റെ പ്രശ്നമുണ്ട്. ബാങ്കുകളുടെ ഇത് സംബന്ധിച്ചുള്ള ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിനുള്ള സമയം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സമയം ഡിസംബർ വരെ വീണ്ടും നീട്ടിയിട്ടുണ്ട്. എന്നാലും ചില ബാങ്കുകൾ അത് സഹകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉയർന്നു വന്നതാണ് ഈ ജില്ലയിൽ. അപ്പോൾ കശുവണ്ടി മേഖലയിൽ അങ്ങനെയുള്ള വലിയ കടബാധ്യത വന്ന വ്യവസായത്തിൽ തകർച്ച നേരിട്ട ആളുകളുണ്ട്. കുറേയേറെ ആളുകൾ ഇത് നിർത്തിപ്പോയി. ഇന്നിപ്പോൾ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ എങ്ങനെ മോഡേണൈസേഷൻ കൊണ്ടുവന്നിട്ട് പരമാവധി ഞാൻ ഈ പറഞ്ഞ പുതിയ ടെക്നോളജി കരിച്ചു വറക്കുന്നതിൻ്റെ അടുത്ത് ടേസ്റ്റ് കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രോസസ്സ് ഉണ്ടെന്നാണ് വ്യവസായികളൊക്കെ പറയുന്നത്. എക്സ്പോർട്ടിന് ഏറ്റവും ഡിമാൻഡും അതാണ്. അതിനൊപ്പം വരുന്ന ഇറക്കുമതിയുടെ പ്രശ്നങ്ങളുണ്ട്. വിയറ്റ്നാമിൽ നിന്നുള്ള കശുവണ്ടി ഉൾപ്പെടെ 400 രൂപയ്ക്കോ 500 രൂപയ്ക്കോ ഇറക്കുമതി ചെയ്ത് മിക്സ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതിനും നമ്മുടെ കേരള കശുവണ്ടി, പ്രത്യേകിച്ച് കൊല്ലം കശുവണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്നതിൽ ഇതിനെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നുള്ള ചർച്ചകൾ നടക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ കുറേയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാഷ്യൂ ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്താണ് രൂപീകരിക്കപ്പെട്ടത്. കാഷ്യൂ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് തന്നെ വാങ്ങി ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. 62,635 ടണ്ണാണ് ഏകദേശം ഈ ഘട്ടത്തിൽ, ഈ സർക്കാരിൻ്റെ ഘട്ടത്തിൽ തന്നെ കാഷ്യൂ ബോർഡ് വഴി നമ്മൾ വാങ്ങിച്ചെത്തിച്ചത്. കാഷ്യൂ ബോർഡ് ഉണ്ടാകുന്ന സമയത്തുള്ള സങ്കല്പത്തിനകത്ത് കുറച്ചുകൂടി പൂർത്തീകരിക്കാനുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഐവറി കോസ്റ്റിൽ നിന്നോ ഖാനയിൽ നിന്നോ ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് തന്നെ മേടിച്ച് ഇവിടുത്തെ ഉൽപ്പാദകർക്ക് കൂടി കുറച്ച് ന്യായമായ വിലയ്ക്ക് കിട്ടുന്ന, കാരണം ഇതൊരു വില എപ്പോഴും ഏറിയും കുറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഒരുമിച്ച് നേരത്തെ എടുത്താൽ കുറച്ച് വില കുറച്ച് കിട്ടും. ആ ട്രേഡിങ്ങിൻ്റെ എല്ലാ കോമ്പറ്റീഷനുള്ളൊരു മേഖല എന്ന നിലയിൽ ഗവൺമെൻറ്റുകളുമായി ഒരു ധാരണ ഉണ്ടാക്കി അതെടുത്ത് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും കാഷ്യൂ ബോർഡ് ഇത്രയും കശുവണ്ടി ഈ സമയത്തെടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. കശുവണ്ടി ഇപ്പോഴത്തെ സ്ഥിതിയിൽ അടുത്ത കലണ്ടർ ഇയറിൽ പകുതി വരെ ഉള്ള കശുവണ്ടി തോട്ടണ്ടി ഇപ്പം മേടിച്ച് ശേഖരിച്ചിട്ടുമുണ്ട്. അടുത്ത കലണ്ടർ ഇയറിൻ്റെ പകുതി വരെ ഉപയോഗിക്കാനുള്ള കശുവണ്ടിയുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഈ കശുവണ്ടി വരും. 150 കോടി രൂപയാണ് അവർക്ക് സാധാരണഗതിയിൽ 4 വർഷത്തിനുള്ളിൽ 257 കോടി രൂപ സർക്കാർ വായ്പാ സഹായമായി നൽകി. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലുണ്ടാവുന്നതിന് വേണ്ടി 100 കോടി രൂപ കേരള ബാങ്കിൽ നിന്നും പ്രത്യേക ഗ്യാരണ്ടിയോടുകൂടി സഹായം നൽകിയിട്ടുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 50 കോടി രൂപയുടെ ഒറ്റത്തവണ വായ്പയ്ക്കും ഇപ്പോൾ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. സാധാരണക്കാളും അധികം കൊടുക്കുന്നതാണ്. അതിൻ്റെ കുറേയേറെ കോർപ്പറേഷൻ്റെയും കാപ്പക്സിൻ്റെ അടുത്ത് വരികയും കുറച്ച് പണം ഓരോ ഘട്ടത്തിലും സർക്കാർ അതിൻ്റെ ഭാഗമായിട്ട് സബ്സിഡിയോ ഗ്രാൻഡായിട്ടൊക്കെ ഓരോ മേഖലയിലും ഈ മേഖലയിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഐവറി കോസ്റ്റുമായി സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബോർഡ്, ആ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും ഈ വർഷം നമുക്ക് 175 ദിവസം ബോർഡിൻ്റെ കാപ്പക്സിലും കാഷ്യൂ കോർപ്പറേഷനിലും തൊഴിൽ കൊടുക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, സ്വകാര്യ വ്യവസായികൾ കാര്യമായി വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. കോർപ്പറേഷനിലും കാപ്പക്സിലും ഗ്രാറ്റുവിറ്റി തുക തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു തുക കൊടുത്തു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 94 കോടിയോളം ഗ്രാറ്റുവിറ്റി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നൽകി തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിനും ബ്രാൻഡിങ്ങിനും ഒക്കെ ആയിട്ട് പ്രത്യേകം ഹെഡ് വെച്ച് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ബ്രാൻഡ് പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഞാനതിൻ്റെ കണക്കുകളെല്ലാം പറയുന്നില്ല. നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നല്ലൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് കാപ്പക്സും കശുവണ്ടി കോർപ്പറേഷനും വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ വിവിധ കൺസ്യൂമർ ഔട്ട്ലെറ്റുകളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം നമ്മുടെ നിലവിലുള്ള ഫാക്ടറികളിലെ തൊഴിലാളികൾ അവരുടെ തൊഴിലുറപ്പാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് മനസ്സിലാക്കി കാഷ്യൂ പുനരുജ്ജീവന പദ്ധതി എന്ന നിലയിൽ 30 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചിരുന്നു. അത് പൂർണ്ണമായും ചിലവായിട്ടില്ല. കാരണം തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിലാളിയുടെ ഒരു തൊഴിൽ ദിനത്തിന് ഇത്ര രൂപ എന്ന നിലയിലാണ് സ്കീം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾ തൊഴിലാളിക്ക് തൊഴിൽ കൊടുത്താൽ ആ തൊഴിലാളിക്ക് കൊടുക്കുമ്പോൾ ഒരു ഇൻകം സപ്പോർട്ട് സ്കീം എന്ന നിലയിൽ തന്നെയാണ്. ഇൻകം സപ്പോർട്ട് സ്കീം എന്നല്ല പറയുന്നത്, തൊഴിലാളികളുടെ PF അതുപോലെയുള്ള കാര്യങ്ങൾ അടയ്ക്കുന്നതിനുള്ള തുക അതിൻ്റെ ഒരു ഭാഗം സർക്കാർ നൽകും. അതിൻ്റെ സ്കീമാണ് ഉണ്ടാക്കിയേക്കുന്നത്. മാനേജ്മെൻറ്റുകളും തൊഴിലാളി യൂണിയനും ഒക്കെ ചർച്ച ചെയ്തതാണ്. ആ പണം ഇനിയും പണമുണ്ട് അതിന് കൊടുക്കാനുള്ള. എത്ര തൊഴിൽ കൊടുക്കുന്നോ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ കശുവണ്ടി മുതലാളിമാർ എത്ര തൊഴിൽ കൊടുക്കുന്നോ, തൊഴിലാളിക്ക് എത്ര തൊഴിൽ കൊടുക്കുന്നോ ആ തൊഴിലിന് അനുരോധമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള പണത്തിന് ഒരു തടസ്സവും ഇല്ല. അതിനാവശ്യമായ പണം കൊടുക്കും. അല്ല, ഞാൻ പറഞ്ഞാൽ കൂലി മിനിമം അവർ കൊടുക്കണം എന്നുള്ളത് തർക്കമില്ല. പക്ഷേ
നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ കൂലി കൊടുക്കുന്നതിന് മിനിമം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് PF-ന് വേണ്ടിയിട്ട് നമ്മളൊരു തുക കൊടുക്കുന്നത്. അത് കൊടുക്കാനുള്ള പണം ഇനിയായാലും ആ തൊഴിലുണ്ടെങ്കിൽ കൊടുക്കും. അതിന് പണത്തിന് തടസ്സം ഇല്ല എന്നുള്ളത് കാർഷിക വ്യവസായികളുടെ മുമ്പ് പറയാനും തൊഴിലാളികളുടെ മുമ്പ് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിനാവശ്യമായ പണം മാറ്റിവെച്ചിട്ടുണ്ട്, അത് കൊടുക്കും. അപ്പോൾ തൊഴിലാളിക്ക് തൊഴിൽ കൊടുത്താൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായം എന്നൊരു സപ്പോർട്ട് എന്നതിൽ ആ കാര്യം വരും. പിന്നീട് ഇവിടെ പുതുതായിട്ട് തൊഴിലാളി എടുക്കാൻ കാർഷിക കോർപ്പറേഷൻ കാപ്പക്സിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. എന്തായാലും അടച്ചു കിടക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഉൾപ്പെടെ ഇപ്രാവശ്യം 13,835 തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം 2,250 രൂപയും 250 രൂപ പ്രത്യേകം അരിയുടെ അലവൻസുമാണ് കൊടുത്തതെങ്കിൽ ഇപ്രാവശ്യം അത് 2,500 രൂപയായി വർദ്ധിപ്പിക്കുകയും അതുകൂടാതെ 10 കിലോ അരി എന്ന നിലയിലും കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. ഈ മേഖലയിൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണം, പുതിയ ഉൽപ്പന്നങ്ങൾ വേണം. അതിനൊപ്പം ഒരു കാര്യം കൂടി, ഇത്തരമൊരു വളരെ ഗൗരവതരമായ വേദിയിൽ മറ്റ് കശുവണ്ടി വ്യവസായത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യാൻ പോകുന്നൊരു വേദിയാണ്. പക്ഷേ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേക തൊഴിൽ മേഖല എന്ന നിലയിൽ ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും വ്യവസായികളുടെയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും മുന്നിൽ വെക്കുകയാണ്. അത് നമുക്ക് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 800 ഫാക്ടറിയുടെ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 400 ഫാക്ടറി നല്ല ഫെസിലിറ്റി ഉള്ളതുണ്ട്. ഈ 400 ഫാക്ടറിയും പ്രവർത്തിക്കാൻ ആവശ്യമായ കശുവണ്ടി ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കശുവണ്ടി നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ തൊഴിലാളിക്കൊരു ഗുണമുണ്ട്. ഇത്രയധികം തൊഴിലാളികൾ 50,000-ഓ 1,00,000-ഓ തൊഴിലാളികൾ വീടിനടുത്തുള്ള ഫാക്ടറിയിൽ പോയി ജോലി ചെയ്യാൻ കഴിവും തൻ്റെ ഇടവും തയ്യാറും സ്കില്ലും ഉള്ളവരുണ്ട് നമ്മുടെ ജില്ലയിൽ. അപ്പോൾ പുതിയ തരത്തിലുള്ള തൊഴിലുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. നിലവിലുള്ള ഫാക്ടറികളിൽ ഫുഡ് പ്രോസസ്സിങ്ങോ മറ്റ് നമ്മുടെ നിലവിൽ കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സിങ് ആയിക്കോട്ടെ, ചെറിയ ഉൽപ്പാദന യൂണിറ്റ് ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട്. നിലവിൽ ഫാക്ടറികളുണ്ട്. ഫാക്ടറികൾ കൺവെർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയാം, അതൊക്കെ വ്യവസായ വകുപ്പ് നോക്കേണ്ടതാണ്. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പശ്ചാത്തലം കൂടി വരുമ്പോൾ അവിടെ കൂടി ചേർത്തിട്ടാണ് ആലോചിക്കേണ്ടത്. വിഴിഞ്ഞം തുറമുഖം വരുമ്പം വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് 10-70 കിലോമീറ്ററിനുള്ളിൽ കിടക്കുന്ന ഈ സ്ഥലത്ത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വരാൻ പറ്റും. അതിന് ഇത്രയും ഫാക്ടറി സൗകര്യങ്ങളും ആ ഫാക്ടറിയുടെ ആ ഫാക്ടറി തന്നെ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, അത്ര ഒരു തർക്കത്തിലേക്കും അല്ലെങ്കിൽ വിവാദത്തിലേക്കും അല്ല. ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഈ പുതിയ പ്രോസസ്സിങ് നടത്താൻ പറ്റുന്ന സൗകര്യമുണ്ട്. എന്തായാലും വ്യവസായമാണ്, തൊഴിലാണ് വേണ്ടത്. കശുവണ്ടി വ്യവസായത്തിനെ പരമാവധി സ്ട്രെങ്തൻ ചെയ്യുക. ആ വ്യവസായത്തിൽ തന്നെ തോട്ടണ്ടി കിട്ടാത്ത സ്ഥലത്ത് വേണ്ടത്ര തോട്ടണ്ടി കിട്ടുന്നില്ലെങ്കിൽ ആ വ്യവസായത്തിന് രാവിലെ പോയി വൈകിട്ട് വരെ ജോലി ചെയ്യാൻ തയ്യാറായ തൊഴിലാളികളും അവർക്കതിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ട്. ലോകത്ത് എവിടെ ചുട്ടു തല്ലിയാലും അതിൻ്റെ കിളിപ്പൂടെ പൊട്ടിക്കാതെ ഇതിനെ പൊളിച്ചെടുക്കാനെന്നുള്ള ശേഷിയൊന്നും മറ്റുള്ളതൊന്നും ആയിട്ടില്ല അല്ലേ. ഈ കട്ട് ചെയ്താൽ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ തല്ലി അതിൻ്റെ ഈ കുരുടൂടെ അവിടെ ഇരിക്കുന്ന തരത്തിലേക്ക് ഇത് പൊളിച്ചെടുക്കാൻ കൊല്ലത്തുകാർക്കുള്ള ശേഷിയൊന്നും മറ്റെല്ലായിടത്തും ഇല്ല. അത്രയും ഹാൻഡിക്രാഫ്റ്റ്സിനകത്ത് കഴിവുള്ള തൊഴിലാളിയാണ്. ആ തൊഴിലാളിക്ക് പുതിയ തരത്തിലുള്ള തൊഴിലുകൾ കൂടി ഉപയോഗിക്കാൻ നമ്മുടെ നിലവിലുള്ള ഫാക്ടറികളും സൗകര്യങ്ങളും ഉപയോഗിക്കുന്നത് കാലോചിതമായിരിക്കും. അതും ഈ വ്യവസായത്തിനും ഈ തൊഴിൽ മേഖലയ്ക്ക് സഹായകരമായിരിക്കും. അതിനുള്ള പ്രത്യേക സ്കീമുകൾ കൂടി തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും അത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ്. കാരണം വിഴിഞ്ഞം ഒരു വലിയ സാധ്യതയാണ്. വിഴിഞ്ഞം തുറമുഖം ഒരു വലിയ സാധ്യതയാണ്. ആ തുറമുഖത്തിൻ്റെ തൊട്ടടുത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയും സ്പേസസും ഇല്ല എന്നുള്ളത് നമ്മൾ നേരിടുന്ന വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുൾപ്പെടെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് കൂടി ഭാവിയിൽ ഈ മേഖലയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വ്യവസായികളും തൊഴിലാളികളും വകുപ്പും നമ്മുടെ ഗവൺമെൻറ്റും പൊതുസമൂഹവും ആകെ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനൊരു പ്രശ്നം കൂടി നമുക്ക് ഗൗരവമായി കാണണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയെയും വ്യവസായ വകുപ്പിനെയും അഭിനന്ദിക്കാനും അത് നന്നായി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.